MLA ആകാനും മന്ത്രിയാകാനും അതുവഴി സംസ്ഥാന തലത്തിൽ ഭരണ തലപ്പത്തേക്ക് ഉയരാനുമൊക്കെ സ്വപ്നം കണ്ട് നടന്ന വ്യക്തിയാണ് PP ദിവ്യ. ചെറുപ്പകാലത്ത് കോളേജ് കാലം മുതൽ തന്നെ അതിനുവേണ്ടി ഉന്നതരുമായി നല്ല രീതിയിൽ വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കാൻ പെടാപ്പാടുപെടുകയായിരുന്നു. ശശി അടക്കം എല്ലാവരെയും വലിയ തോതിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് ചെറിയ കാലം കൊണ്ട് തന്നെ വലിയ തോതിൽ ഖ്യാതി നേടിയെടുക്കാൻ PP ദിവ്യ പല രീതികളിലൂടെ ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായുള്ള വഴിവിട്ട ബന്ധം ആരോപിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, ഈ ദുരൂഹ മരണക്കേസുമായി ബന്ധപ്പെട്ട വിഷയം അത് കൊലപാതകമാണ് എന്ന് ഉറപ്പിച്ചാണ് മഞ്ജുഷ പറയുന്നത്. തൻ്റെ ഭർത്താവായ നവീൻ ബാബു എന്ന ADM-നെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും തനിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ മഞ്ജുഷ കൃത്യമായി അഡ്വക്കേറ്റ് ബിച്ചു കുര്യന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന വരികളാണിവ. എന്നിട്ടും അന്വേഷണം യാതൊരു നിലയ്ക്കും ഒരു തിരിവിലേക്കും എത്തിച്ചേരാതെ എങ്ങും എത്താതെ ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഉദ്യോഗസ്ഥർ അഴിമതിയുടെ എല്ലാ ശ്രേണികളും പിന്തുടരുന്നു എന്ന് തന്നെയാണ് മഞ്ജുഷയുടെ ആരോപണം. അവർ മൊഴിയെടുക്കാൻ വന്നില്ല. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് അത്തരത്തിൽ മൊഴിയെടുക്കാൻ തന്നെ വന്നത്. നവീൻ ബാബുവിൻ്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിക്ക് ചില കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ സഹോദരന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അപഗ്രഥിക്കാൻ അറിയാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് PP ദിവ്യയെ രക്ഷപ്പെടുത്താൻ പരമാവധി തുടക്കം മുതൽ തന്നെ ശ്രമിച്ചത്. ഇതിന് നെടുന്തൂണായി നിന്നത് MV ഗോവിന്ദനാണ്. വാസ്തവത്തിൽ PP ദിവ്യയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് MV ഗോവിന്ദൻ്റെയും TK ശ്യാമളയുടെയും യഥാർത്ഥ അജണ്ടയായിരുന്നു. MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും വലിയ സംരക്ഷണമാണ് ക്രിമിനൽ കേസിൽപ്പെട്ട PP ദിവ്യയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ വാസ്തവത്തിൽ അവരെ പകുതി രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം തുറന്നടിച്ച കാര്യമാണ്. കാരണം കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് വരുത്തി തീർക്കാൻ ആദ്യമേ തന്നെ ജില്ലാ കളക്ടർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും താല്പര്യമുള്ളതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് റിപ്പോർട്ടെല്ലാം പെട്ടെന്ന് തന്നെ ആക്കി അവരുടെ ബന്ധുക്കൾ എത്തും മുമ്പേ സംഗതി കുളമാക്കി കയ്യിലാക്കി കൊടുത്തത്. അതോടുകൂടി നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും ആശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ഒരു തെളിവും അവശേഷിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടത്താൻ ബോഡിയില്ല, ബോഡി ദഹിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്യാനാണ്? ഒന്ന് ആലോചിക്കണം, ഈ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സംഘമുണ്ടെങ്കിൽ അവരുടെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അവരുടെ ഒരു കൊലപാതക സംഭവമാണെങ്കിൽ അത് തെളിയിക്കപ്പെടാതെ എങ്ങും എത്താതെ പോകാൻ വേണ്ടി കാര്യങ്ങൾ അവരുടെ വരുതിയിലേക്ക് ആകുന്ന സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ഒടുങ്ങാത്ത പക കാത്തു സൂക്ഷിച്ചു വെച്ച അദ്ദേഹം ഇപ്പോഴും വിലസി നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ലോകം.